ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വചനത്തിൽ പിതാവിന്റെ വാഗ്ദത്തം എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അത്രേ. നാം ദിനം ദിനമായിട്ട് യാത്രകൾ ചെയ്യുന്നവരാണ്. നാം ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അധ്വാന മേഖലകളിൽ ഏർപ്പെടുന്നവരാണ്. നമ്മുടെ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അഥവാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ തുടർന്നും വചനത്തിൽ നാം വായിക്കുമ്പോൾ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ പോയ യാത്രകളെല്ലാം തന്നെ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളില്, അത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന തലങ്ങളില് ആ യാത്രകൾ കാണപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നാമും നമ്മുടെ ജീവിതത്തിലും ദിനം ദിനമായിട്ട് ദൈവ സാന്നിധ്യത്തോടുകൂടെ മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.